ചേച്ചി, ഞാനൊരു ഹോം ബൊട്ടിക്ക് തുടങ്ങി ഓൺലൈനായിട്ട്. പക്ഷേ ഒരു കാര്യവുമില്ല, കസ്റ്റമേഴ്സ് അടുക്കുന്നേ ഇല്ല. ചോദ്യം ഇങ്ങനെയാണ്: ഓൺലൈൻ ബിസിനസ്സിൻ്റെ വിജയത്തിന് വേണ്ടി ഫിസിക്കലി ഒരു സ്റ്റോർ നിർബന്ധമുണ്ടോ? പുതിയതായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഓൺലൈനായി ചെയ്ത് തുടങ്ങണോ, അതോ ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് ഓൺലൈനിലേക്ക് കടന്നാൽ മതിയോ? ഇത്രയും ചീപ്പ് റേറ്റിൽ റെഡിമെയ്ഡ് കിട്ടുമ്പോൾ ഇന്ന് ആരാണ് സ്റ്റിച്ച് ചെയ്യാൻ മെനക്കെടുന്നത്? ഇത്തരത്തിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും 2024 സ്റ്റിച്ചിങ് ബിസിനസ്സിലേക്ക് വരുന്നവർക്ക്. നമുക്കെല്ലാവർക്കും ഒരുപോലെ അറിയുന്ന കാര്യമാണല്ലോ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ വളർച്ചയും പിന്നെ വളരെ ചീപ്പ് റേറ്റിൽ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന റെഡിമെയ്ഡ്സിൻ്റെ പലതരം വെറൈറ്റി കളക്ഷൻസ്. അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് ബിസിനസ്സിൻ്റെ തകർച്ചയും. അപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ക്ലിയർ ആൻസറാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി പ്രതീക്ഷയോടുകൂടി ഒരു കാര്യം പറയാം. ടൈലറിങ് അഥവാ സ്റ്റിച്ചിങ് ബിസിനസ് മനുഷ്യരോളം എക്കാലവും നിലനിൽക്കുന്ന ഒരു ഫീൽഡാണ്. വസ്ത്രത്തോടുള്ള മലയാളികളുടെ അഭിനിവേശം, വ്യത്യസ്തത തേടിയുള്ള യാത്ര, അതൊക്കെ ഇതിനൊരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ ചിലർ മാറ്റങ്ങളെക്കുറിച്ച് ഒട്ടും ആശങ്കയില്ലാതെ എല്ലാം അറിയുമെന്ന ഭാവത്തിൽ ചെയ്യുന്നത് കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് അധികകാലം മുന്നോട്ട് പോകാനാവില്ല എന്നതാണ് സത്യം. കാരണം എല്ലാവർക്കും എപ്പോഴും ഇറങ്ങാവുന്ന ഒരു മേഖലയാണ് സ്റ്റിച്ചിങ് എന്നുള്ളത്. പ്രായമോ സാഹചര്യമോ ഒന്നും അതിനെതിരല്ല. പിന്നെ സ്കിൽസ് ഉള്ളവർക്ക് മാത്രം പറയുന്ന മേഖലയാണ് സ്റ്റിച്ചിങ് എന്നതിനോടും എനിക്ക് പൂർണ്ണമായും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം സ്കിൽസ് ഇപ്പോൾ ആർക്കും പഠിച്ചാൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അറിവ് സമ്പാദിക്കാനാണെങ്കിൽ ഇന്നത്തെ കാലത്ത് വളരെ ഈസിയാണ്. പക്ഷേ അതിനുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. സോ മനസ്സുണ്ടാവലാണ് പ്രധാനം. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഫിസിക്കലി ഒരു സ്റ്റോർ ഇടുക എന്നതിനുപരി ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നത് റിസ്ക് ഫാക്ടർ വളരെ കുറവും ഈസിയുമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളിൽ ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഫിസിക്കലി ഒരു സ്റ്റോർ ഉണ്ടെങ്കിൽ മാത്രമേ ഓൺലൈൻ ബിസിനസ് സക്സസ് ആവൂ എന്നുള്ളത്. ശരിയാണ്, ഷോപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്, ട്രസ്റ്റബിളാണ് എന്നേ ഉള്ളൂ. എങ്കിൽ ഷോപ്പ് ഉണ്ടാവണം എന്ന് നിർബന്ധവുമില്ല. ഓൺലൈനായിട്ട് ആർക്കും സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്നതിന് കോമ്പറ്റീറ്റർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഓൺലൈനായിട്ട് സക്സസ് ആവാൻ പറ്റുകയുള്ളൂ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുക എന്ന കാഴ്ചപ്പാടൊക്കെ മാറി ഇന്ന് എഫേർട്ട് കൊണ്ട് മാത്രമേ ഏതൊരു സ്ഥാപനത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനാവാം. അതുകൊണ്ട് തന്നെ അതിനായി ഒരുപാട് സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതായി വരുന്നു. കുറച്ച് ക്യാഷ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായി വരുന്നു. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരുങ്ങി തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് വളരെ തുച്ഛമായ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ആവശ്യമാണ്. അതാണ് ഇന്നത്തെ കാലത്തെ വിജയം. ഒരുപാട് പേരും യൂട്യൂബേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കയ്യിലുള്ള സാധാരണ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ട്രൈപോഡൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ട് ഒന്നും തന്നെ പുറത്തുനിന്ന് വാങ്ങാതെ ചെയ്തത് സക്സസ് ആയതാണ് എന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. അപൂർവം ചിലരിലെങ്കിലും അങ്ങനെ സാധിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ പല ഓപ്ഷനും പിറകെ കിടക്കുന്ന സ്ഥിതിയിൽ നമ്മൾ ഒരുങ്ങി തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് പ്രധാനം. ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന ചെറിയ അശ്രദ്ധ കൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ മറ്റൊരു ഓപ്ഷനിലേക്ക് എത്തിക്കപ്പെടും. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്നും ഓൺലൈൻ ബിസിനസ്സിന് സാധ്യതകൾ ഏറെയാണ്. ഷോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ മാസം ലക്ഷങ്ങൾ വരുമാനം കണ്ടെത്തുന്ന ഒരുപാട് പേര് എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. കൺസിസ്റ്റൻസിയാണ് ഈ കാര്യത്തിൽ പ്രധാനം. തുടങ്ങി 2-3 മാസങ്ങൾ കഴിഞ്ഞ് സക്സസ് ആവുന്നില്ല എന്ന് കരുതി ഇട്ടേച്ച് പോകുന്നവരാണ് കൂടുതൽ പേരും. ഞാനും അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണ്. പക്ഷേ ക്ഷമ ഇതിൽ പ്രധാനമാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ പഠിക്കാൻ സന്നദ്ധയാവുക എന്നതാണ്. ഒരുപാട് ട്രെൻഡിനനുസരിച്ച് നമ്മൾ നീങ്ങേണ്ടതായി വരും. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സാധനം സെയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് കരുതി മനസ്സ് മരവിപ്പിക്കാതെ പലതരം പ്ലാറ്റ്ഫോമിൽ ട്രൈ ചെയ്യുക.
പുതിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക, പഠിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ കയ്യിലുള്ള കോണ്ടാക്റ്റ് എപ്പോഴും വിപുലീകരിച്ചു കൊണ്ടേയിരിക്കുക. ഒറ്റയ്ക്ക് നിന്ന് പൊരുതുമ്പോൾ ചിലപ്പോൾ മനസ്സ് മരവിപ്പിക്കാനിടയുണ്ട്. കൂടെ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് മരവിപ്പിക്കുമ്പോഴും എനർജി പകരാൻ വളരെ നല്ലതാണ്. പക്ഷേ തിരഞ്ഞെടുക്കുന്ന ആളെ വളരെയധികം സൂക്ഷിക്കണം. എപ്പോഴും പോസിറ്റീവ് മനോഭാവം വെച്ച് പുലർത്തുന്നവരായിരിക്കണം, വിശ്വാസ്യതയുള്ളവരായിരിക്കണം. എല്ലാത്തിനേക്കാളും ഉപരി നമ്മുടെ കഴിവിനെയും നമ്മുടെ പാഷനെയും കുറിച്ച് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരേപോലെയുള്ള പ്രസൻസ് വളരെ നല്ലതാണ് ഓൺലൈൻ ചൂസ് ചെയ്യുമ്പോൾ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഓൺലൈനായും ഓഫ്ലൈനായും സ്റ്റാർട്ട് ചെയ്യുക എന്നതിനുപരി ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്താൽ ആ ഒന്നിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആദ്യമായി നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഹെൽപ്ഫുള്ളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.